അളിയേതോടെ സ്ഥലം എവിടെ? ഇതാണ് നമ്മളെ കടലുകാണിപ്പാറ എന്ന് പറയും. കടലുകാണിപ്പാറ ഇല്ലേ? വെഞ്ഞാറൂടാണ് കേട്ടോ. വെഞ്ഞാറമൂട്. അപ്പോൾ പോയനെ കുഴിയാണെന്ന് തോന്നുന്നത്. മഞ്ഞുമൽ ബോയ്സ് ആയതിന് ഞാൻ കാണൂല, ഞാൻ പോകും കേട്ടാ. പിടിച്ചു കയറ്റാനൊന്നും എനിക്ക് വയ്യ. പോയാൽ എനിക്ക് വീട്ടിൽ പോകാം. മൊത്തം കപ്പിൾസ് ആണ് അല്ലേ കളിയാ? ഈ കടല് കാണിപ്പാറയെന്ന് പറഞ്ഞിട്ടൊരു തേങ്ങ കാണാനില്ലല്ലോ. മൊത്തം ഇതായിപ്പോയി. മരം കാണിപ്പാറ, മരത്തിന്റെ കൊമ്പ് കാണിപ്പാറ. മരമില്ലായിരുന്നേ സെറ്റായിരുന്നു. കാട് പിടിക്കുന്ന രണ്ടുപേരും ഇറങ്ങി പോകണം. മൊത്തം കപ്പിൾസ് തന്നെ അത്. മാമി ആരോടെ? ആ, നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമ്മളതിലില്ല. കണ്ടാൽ മതി. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടേക്ക് പയ്യന്മാരൊക്കെ ഉണ്ട്. നമുക്ക് മെയിൻ സ്പോട്ടിലോട്ട് പോവാം. ഓ എടുക്കരുതെന്നാ, സോറി, ഞാൻ മേടിച്ച് സപ്പോർട്ടിങ് ആണ്. ഓക്കെ കട്ട് ചെയ്തോളാം. അവരെടുക്കരുതെന്ന് പറഞ്ഞേ ഞാൻ മേടിച്ച് കൈ കാണിക്കുന്നത്. ഇത് വണ്ടി ഇങ്ങ് വരെ വരും അല്ലേ? വണ്ടി നമുക്ക് ഏകദേശം നമുക്ക് കാണിച്ചു വണ്ടി കുറച്ച് നടന്നാൽ മതി. 5 മിനിറ്റ് നടക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു വിഷ്വൽസ് ഉണ്ടാ, ഇവിടുത്തെ ഒരു ഭംഗി. ഇത് പാലയാണെന്ന് തോന്നുന്നു. ഇത് പാലം വരെ അത് കണ്ടറിഞ്ഞൂടെ? വാഴ ഇതിപ്പോ മണ്ടയിലോട്ട് കയറി നോക്കാം. ഇപ്പം ഇവിടെ വേറെ ആരും ഉച്ചയ്ക്ക് സത്യം നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ വിചാരിച്ചത്. കേട്ടൂടെ ഉറക്കെ പറ. നമ്മൾ മാത്രമേ കാണുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചില കപ്പിൾസുകളൊക്കെ ഉണ്ട്. ചില ഈ മൂലയിലൊക്കെ വന്നിരിക്കുന്നത് സത്യം. ഇവിടെയൊക്കെ താണ്ട നല്ല കുഴി. കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സംഭവം ഉണ്ട്. കേറ്. ഇവിടെ അടുത്ത അമ്പലം കോളാമ്പിയൊക്കെ വെച്ചേക്കണം. പാട്ട് ഈ മരം സെറ്റല്ലേ? മരം സൂപ്പർ അല്ലേ? മൊത്തം ഇല വഴി നിൽക്കുകയാണ്. ഭയങ്കര ഒന്നുമില്ല, വൈകുന്നേരം നല്ല രസമായിരിക്കും. ഇപ്പം നട്ടിട്ട് വേറെ ആരും വരത്തുന്നത്. ഇപ്പം കറക്റ്റ് ഇതാ വെയില ഉച്ച തലയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, വ്യൂ ഒക്കെ ഉണ്ട്. കാണിക്കാൻ വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ പൂട്ടിട്ടിട്ടില്ല. നമുക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് തന്നെ എടുക്കാം. ഇതുവഴി ഇടുന്നു, നമുക്ക് ഇതുവഴി എടുക്കും. നീ ഇട്, ഞാൻ എടുക്കാം. ഇടാൻ പറ്റില്ല, ഇതിന്റെ പൈസ ഇല്ലെന്ന്. ദാരിദ്ര്യം. ഇതുപോലുള്ള ഇതൊക്കെ കരിയിൽ മൂടി കിടക്കുന്നതായിരിക്കും. ചിലപ്പോൾ അതൊക്കെ ഓപ്പൺ പാറയിരിക്കും. അതുപോലത്തെ കുഴിയായിരിക്കും. പോയാൽ അങ്ങ് താഴെ ഇരിക്കും, പോയി നിൽക്കും. സൊള്ള് ചാവൂന്ന് അറിഞ്ഞൂടാ. ഇടട്ടോ അതിന്റെ ഗോപ്രോ ഇട്ടോ നീ പോയി എടുക്കും. കാഴ്ച. പക്ഷേ പിന്നും കാട്, റബ്ബർ, വീണ്ടും ഫുള്ള് റബ്ബർ. ഇതാണ് മെയിൻ വ്യൂ പോയിന്റ് കടലാണെന്ന് പറഞ്ഞാൽ. വെയിലായതുകൊണ്ട് അതുപോലുള്ള നിന്റെ യൂട്യൂബ് കാണാനും ഇല്ലാത്ത കടലാണ് ഈ പറയുന്നു പറഞ്ഞ് റബ്ബർ കൊണ്ടൊന്ന് കാണിച്ചിട്ട്. ഇത് റബ്ബർ അല്ല, ഇതൊരു കായൊക്കെ ഇങ്ങനെ കാണിക്കും. നീ രക്ഷപ്പെടൂലടാ, നീ രക്ഷപ്പെടൂല. ഈ മരം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 കോളാമ്പി ഉയർത്തോണ്ട് അതിനൊരു ലൈക്ക് വേണമെങ്കിൽ കൊടുത്തു. അവന് തരക്കേടില്ല. നമുക്കിനി വന്ന ആ ഒരു സംഭവം കാണിക്കാം. ഈ വീഡിയോ ഇട്ട് എനിക്ക് ഡിസ്ലൈക്ക് കിട്ടും. അയ്യോ, എനിക്കങ്ങനെ മാസക്കൂലിയോ ദിവസക്കൂലിയാ? നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ അവസാനം ഇവിടുത്തെ മൊത്തം വ്യൂവും കാര്യങ്ങളൊക്കെ അവസാനം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ വേണ്ട, ഇത് അടുത്തൊരു വ്യൂ പോയിന്റ് പോലത്തെ സംഭവം കേട്ടോ. ഇവിടെ നിന്നാൽ കടൽ കാണാമെന്ന് പറയുന്നു. പക്ഷേ കടൽ കാണാൻ പോളിയാ? എവിടെ? ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ നോക്കടാ. അവിടെ ഒന്നും കണ്ടുകൂടാ. എടാ എന്തൊക്കെ സംഭവം ഉണ്ട് കേട്ടോ. കുറേ പച്ച. എടാ ഇവിടെ ഇത്രയും പച്ചപ്പുണ്ട് അവിടെ. വര പോലെ കാണാം. അവിടെ കുറച്ച് കൊള്ളാം കേട്ടോ. ഇവിടെയൊക്കെ വൈകുന്നേരമൊക്കെ നൈസായിരിക്കും കേട്ടോ. പക്ഷെ കുറേ സംഭവമൊക്കെ ഉണ്ട്. നൈസല്ലേ? നല്ല കാറ്റുള്ളയാ. ഓ കൊള്ളാം, നൈസാട്ടോ. നല്ല കാറ്റുണ്ട്. വെയിലിപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത വെയിൽ ഇനിയിപ്പോൾ ഫസ്റ്റ് വന്ന് നമ്മുടെ തലയിലടിക്കും. ഒരു 4:30 ശേഷമൊക്കെ ആണെങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ വെളുപ്പിന് വരണം. അല്ലെങ്കിൽ വെളുപ്പിന് 8 മണിക്ക് ശേഷം ഇവിടെ ഓപ്പൺ അല്ല. അവിടെ ഒന്നും എല്ലാം കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, നമുക്ക് ഇതുവഴി അതുവഴി ഇറങ്ങാം. അതേ വിഷയം കാറ്ററിയാ. പാറയുടെ ഇടയിൽ കൂടെ ഇതുപോലെ സാഹസികമായിട്ടൊക്കെ വരാൻ സെറ്റ് സ്ഥലമാണ്. അവിടെ പെട്ടാനാ ഇപ്പൊ പെട്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. നൈസ് സ്ഥലം. ഇവിടുത്തെ കാഴ്ച വാളിയാ. നമുക്ക് അങ്ങോട്ട് ഇടുന്ന സ്പോട്ടാ. ഇത്രയും ചവറ് കിടക്കണം എടുത്ത. ഇനി അങ്ങോട്ടൊന്നും ഇല്ല. നീ അതിൻ്റെ ഇടയിൽ അങ്ങനെ പോയി വീണ ഹെൽമെറ്റ് കൂടെ തൊലയും.
മൊത്തം ഫുള്ള് പാറ കളിയാ. കടല് കണ്ടുകൂടാ, പക്ഷെ കുന്ന് കാണാം കളിയാ. അതിപ്പുറത്തോ ഇപ്പുറത്തുനിന്ന് കാണാം. ഇവനെ പ്രാന്ത്. വല്ലതൊക്കെ പറ, നിന്റെ വ്യൂവേഴ്സ് ബോറടിക്കും. ചറുക്കണ്ട. ഓ ഞാൻ കാര്യമാകുമ്പോൾ ചറുക്കൂല്ലോ. ഇത്രയും വ്യൂവേഴ്സ് ഉണ്ട്. പറവല്ല. ഉണ്ട് എന്തുവാണ്, സൂം ലെൻസ് വല്ലതും ഉണ്ടെങ്കിൽ കാണാമായിരുന്നു. ഇതിട്ട് പിടിച്ചാലൊന്നും അത് കിട്ടൂല. ഇത് 150 135 ഉള്ളൂ. പച്ചപ്പ് കണ്ടല്ലേ ഈ കൊള്ളാം, ഈ വ്യൂ കൊള്ളാം. ചേട്ടൻ എടുക്കണം. എൻട്രി പാറതാണ് അവിടെ അല്ലേ, അതിന്റെ മുകളിലുള്ള ആ ഒരു പറയണത്. സെറ്റല്ലേ, നൈസ് അല്ലേ, കൊള്ളാം, ഈ സൂപ്പർ അല്ലേ. ഇനി 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം. നിനക്ക് കപ്പിൾ ഷാവാൻ കിട്ടുള്ളൂ. നീ എത്ര പേരാണ് ഓട്ടിച്ചിട്ടത്? ഞാൻ എന്ത് ചെയ്യാ, ഓടിപ്പോയി. ഇനി മുട്ടിച്ച് നിന്നിട്ട് അവരെ പുറകെ ഒന്ന് ഫോട്ടോ എടുക്കണം. ഞാൻ ഇതിന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചും കൊണ്ട് ഓർന്നു. അതെ, നമുക്കിത് ഇതുവഴി ഇത്രയും കറങ്ങേണ്ടി വരടാ. ഇതുവഴി വന്ന വഴിയുണ്ട്. നമുക്ക് ആളിയാ, നീയല്ലേ എന്നെ കറക്കിയത്, വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഫോൺ കൊടുക്കുന്നു. നമുക്ക് വണ്ടി ഉണ്ടോ ഇതുവരെ വരാം കേട്ടോ. ഈ ഒരു പോർഷൻ വരെ നമുക്ക് വണ്ടി വരും. ഇവിടെ രാത്രിയൊന്നും വരാൻ പറ്റില്ല, കാരണം ലൈറ്റൊന്നും ഇല്ല, രസമൊന്നും നല്ല. ഫുള്ള് ഇവിടെ കണ്ട, ഇവിടെ ഫുള്ള് മറ്റേ ബിയർ കുപ്പി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം തണലായിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ് കേട്ടോ. മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ മുകളിലത്തെ പോയിന്റ്. താഴെ ഒരു പോയിന്റ് ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും താഴെ നിന്ന് കാണാം. താഴെയാണല്ലേ, അവിടെ സൂപ്പറായിട്ട് കാണാം. താഴെയാണ് കറക്റ്റ് ഭംഗിയുള്ളത്, കാരണം ഈ മുകളിൽ ഈ മരം പിടിച്ചില്ല, മൊത്തം മരം. ആ വ്യൂ മൊത്തം മരം പിടിക്കുന്നു. ഇവിടെയൊക്കെ കൊണ്ട് വീടുകളുണ്ട്. ഇവിടെ വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആൾക്കാരുടെ വീടുകളാണ് താമസമുണ്ട് ഇവിടെയൊക്കെ. ലൈറ്റ് ഉണ്ട്, പക്ഷേ ഇതില്ല, ബൾബില്ല. തൂണുന്നുണ്ട്, അങ്ങോട്ടാണെങ്കിൽ തൂണുണ്ട്. തോന്നറ ഒരു ഉത്തരവാദിത്വം ഇല്ല നിനക്ക്. വച്ചൂടാ, 2 ബൾബ് കൊണ്ടുവരാ. നിന്റെ പഞ്ചായത്ത് ഇല്ലടാ. എനിക്ക് അറിയാത്ത ഏരിയ. ഇവിടെ കുറച്ചുകൂടെ കൊള്ളാം. ഇവിടെ കുറച്ച് കപ്പിൾസ് ഉണ്ട്. അപ്പോൾ അവരെ ഓട്ടിക്കാൻ പോകും. ഇനി നീ ചുമ്മാ ഇരുന്നാണ് ഈ കപ്പിൾസിനെ ഓട്ടിക്കാൻ നടക്കുക. അതുകൊണ്ട് നമുക്ക് താഴെക്കൂടെ ഇങ്ങനെ കയറാം കേട്ടോ. കഴിഞ്ഞ ജന്മത്തിൽ ആരാ തേച്ച് തൂങ്ങിച്ചത്താണെന്ന് കപ്പിൾസിനെ കണ്ടുകൂടെ. പാറയുടെ ഇടയിലാണ്. അപ്പോൾ ഇങ്ങനെ കയറി നമുക്ക് ഇങ്ങനെ വിഷ്വൽ എടുത്തുകൊണ്ട് പോകാം. അപ്പം അവർ ഓടും. അതുകൊണ്ട് ഇവിടെ ഞാൻ വന്നപ്പോൾ 10 വണ്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒറ്റ വണ്ടിയില്ല. അപ്പോൾ ഇവൻ്റെ വണ്ടി മാത്രമാണ് ഇരിക്കുന്നത്. അതോ ഒരു വണ്ടി, 2 വണ്ടി, 3 വണ്ടി ഉണ്ട്. 10-15 വണ്ടി, ഒരു കാർ വരെ ഉണ്ടായിരുന്നു. ഈ ഓട്ടിച്ചു വിട്ടാണ്. എനിക്ക് ഇതിനു വേണ്ടി യൂട്യൂബിൽ നിന്ന് വരുമാനം ഇല്ലല്ലോടേ, ഇത്രയും ആത്മാർത്ഥത കാണിക്കാൻ. എൻ്റെ കയ്യിലെടുത്തോണ്ട് പോടാ, കയ്യിലേക്ക് നിന്റെ തുണിയല്ല എടുത്തോണ്ട് പോടാ. അളിയാ, ഇവിടെ വീഴൊന്നും പേടിക്കണ്ട കേട്ടാ. സംഭവം വെച്ചിട്ടുണ്ട്, ബാരിക്കേഡുണ്ട്, മറിഞ്ഞങ്ങ് പോകും. ഇപ്പം ഇന്ന് കുറച്ചുകൂടെ കൊള്ളാം. ഇവിടെ പാറയൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലേക്ക് ഇരിക്കാം. വേണ്ട വേണ്ട, ഇത്ര തന്നെ ഉള്ളൂ. കൊല്ലണൊരു പരിധിയില്ലടാ. ശവം ഒന്ന് വാങ്ങിച്ചു വെക്കാൻ വയ്യ. ഇവിടെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. ഇത് നമ്മള് ഇവിടെ നിന്ന് കാര്യമായിട്ട് നമ്മളല്ലേ നമ്മൾ കയറിയത്. കാര്യമായിട്ട് കല്ലറ പോണ റൂട്ടിലല്ലേ, റൂട്ടിലാണ് കടൽ കാണി. അവിടെ മറ്റേ ആർച്ച് അങ്ങണ്ട് വെച്ചിട്ടുണ്ട്, കടൽ കാണി. ഇങ്ങോട്ട് ഇടത്തോട്ട് അങ്ങണ്ട്, ഇടത്തോട്ട് ഒരു ആരയുണ്ട്. പിന്നെ കാര്യമായിട്ടൊന്ന് ഒരു 2 കിലോമീറ്റർ വരും. 3 വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് അവിടെ. വർണ്ണം എഴുതി ഇതുപോലെ 2 സാധനം വെച്ചിട്ടുണ്ട്. 3 കിലോമീറ്റർ വരും കളിയാ. കാര്യത്തിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ വരും, അത്രേ ഉള്ളൂ അല്ലേ. പക്ഷേ രാവിലെയൊക്കെ വന്നാൽ സെറ്റ് ആയിരിക്കും. കാര്യമായിട്ടൊന്ന് കല്ലറ പോണ റോഡിൽ കുറച്ച് 2-2.5 കിലോമീറ്റർ ഒക്കെ വരുമ്പോൾ ഇടത്തോട്ടല്ലേ, ഇടത്തോട്ട്. മറന്നോ, ഇവിടെയൊക്കെ മൊത്തം പേര് എഴുതി വെച്ചിട്ടുണ്ട്. മാച്ചുകളാ കപ്പിൾസിന്റെ പേര്, കപ്പിൾസിന്റെ പേര്. ഈ പേരിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കൊണ്ടായിരിക്കും. നിന്റെ വീഡിയോ ആരും കാണാൻ, ഇവൻ തന്നെ കാണണം. സ്വന്തമായിട്ട് ഇരുന്ന് കാണും. പക്ഷെ അതാ ഇങ്ങനത്തെ വ്യൂസ് ഫോട്ടോ ഒക്കെ എടുക്കാൻ കൊള്ളാം. നല്ല നല്ല ഫോട്ടോസ് കിട്ടും. ഫോട്ടോസിന് ഒരു പന്നമില്ല, സൂപ്പറായിട്ട് കിട്ടും. വേണ്ട ഇപ്പം എടുത്താല് ഇതാ ഇവന്റെ പടമാണ്. ഇവനാണെന്നേ പറയൂല, നല്ല സൂപ്പറായിട്ട് പടം കിട്ടും. ഇല്ല,
അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കണം. ഇതൊക്കെ നല്ല പടം. അപ്പോൾ നമുക്ക് ഇനി പോയാലോ? ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളെല്ലാം കാണിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.